കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. പാൽവില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം മിൽമ ഫെഡറേഷൻ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് കരിദിനം ആചരിച്ചത്. പാണ്ടിപ്പാറയിൽ നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് സോണി ചൊള്ളാമടം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പാൽവില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം മിൽമ ഫെഡറേഷൻ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് കരിദിനം ആചരിച്ചത്. പാണ്ടിപ്പാറയിൽ നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് സോണി ചൊള്ളാമടം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ദിനമായി ആചരിച്ചുകൊണ്ടിരുന്ന കരിദിനമായി നമ്മൾ ആചരിക്കുന്നു. കേരളത്തിലെ ക്ഷീരകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷേ ഗവൺമെൻറ്റോ മിൽമയോ 2022 ശേഷം ഈ സംസ്ഥാനത്ത് വില വർദ്ധിക്കാത്ത ഒരു സാധനമുണ്ടെങ്കിൽ അത് പാൽ മാത്രമാണ്. എല്ലാ സാധനങ്ങളും മേടിക്കുന്ന ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ വില വർദ്ധിപ്പിക്കുവാൻ ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു ഫെഡറേഷൻ്റെയോ ആവശ്യമില്ല. പക്ഷെ പാലിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് മാത്രം ആവശ്യമില്ലാത്ത ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽ വില വർദ്ധിപ്പിക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയെങ്കിലും ആ ഉറപ്പ് പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് KSMSയുടെ നേതൃത്വത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. 2022 നവംബർ 22 അവസാനമായി പാൽവില വർദ്ധിപ്പിച്ചത്. സർക്കാർ നിയോഗിച്ച കമ്മീഷൻ 4 മുതൽ 6 രൂപ വരെ ലിറ്ററിന് വില കൂട്ടുവാൻ ശുപാർശ ചെയ്തെങ്കിലും ഇത് നടപ്പാക്കുവാൻ മിൽമ ഫെഡറേഷൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഈ മാസം 12 തിരുവനന്തപുരം മിൽമ ഫെഡറേഷൻ ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും ശയന പ്രദക്ഷിണവും ക്ഷീര സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തും. ഇതിന് മുന്നോടിയായാണ് കരിദിനം ആചരിച്ചത്. പാണ്ടിപ്പാറയിൽ നടന്ന പരിപാടി മിൽമ സെക്രട്ടറി മിനി സിബി, ബോർഡ് അംഗങ്ങളായ ചാക്കോച്ചൻ പുളിക്കയിൽ, ബാബു ആലിങ്കൽ താഴെ, ബിനോയ് കണ്ണാട്ടുകുന്നേൽ, ഷിമിറ്റ് ജോസഫ്, സ്മിത പാലുക്കുന്നേൽ, സിബി അമ്പാട്ട തുടങ്ങിയവരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.